എല്ലാവരും വരും കേട്ടോ. നമ്മളിപ്പോൾ എളുപ്പത്തിലുള്ള ഒരു വെണ്ടയ്ക്കയും തക്കാളിയും കറി മീൻ വറുത്തതും തയ്യാറാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല എരിയും പുളിയുള്ള കറി കൂട്ടിയിട്ട് മീനൊക്കെ കൂട്ടിയിട്ട് ചോറൊന്നും തിന്നും ചെയ്യാം. നമ്മളെ സമയം പോകില്ല. അപ്പോൾ തലേന്ന് കഴുകി വെച്ച മീനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, വത്തൽ മീൻ. ഏത് മീനാണെങ്കിലും ഇങ്ങനെ മസാല തേച്ചാൽ വേറൊരു ടേസ്റ്റാണ്. എന്നാൽ പണി എളുപ്പം കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഇനിയിപ്പോൾ എരിവ് നല്ല വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടി ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് മസാല പുരട്ടി, എല്ലായിടത്തേക്കും മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കൽ കഴിയുകയും ചെയ്യും. അങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകാനുള്ള ദിവസങ്ങളിൽ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര തൃപ്തിയാണല്ലേ. ഒക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. വന്നിട്ട് പിന്നെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. പിന്നെ എങ്ങോട്ടേലും പോകാൻ രാവിലെ പുറപ്പെടുമ്പോൾ ഉള്ള തിരക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അങ്ങനെ നമ്മൾ മീൻ മുളക് വെച്ചു. ഇനി നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകൊക്കെ ഇട്ടിട്ട്, എണ്ണ ചൂടാകുമ്പോൾ ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർക്കാം. വേപ്പിൻ്റെ ഇല ചേർത്തിട്ട് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചതുണ്ടല്ലോ, അതാണ് കേട്ടോ ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും കേട്ടോ കറിക്ക്. ഒന്നിച്ച് വെല്ലുള്ളിൻ്റെ കൂടെ ഇടാതെ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാവുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ മൂത്ത് വരുമൊന്നും വേണ്ട. ഒരു മിനിറ്റ് സമയം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. വെല്ലുള്ളി ഇട്ട് നല്ലോണം ഒന്ന് വാടുവോളം കിടക്കണമല്ലോ. അങ്ങനെയാണ് കേട്ടോ വെണ്ടക്ക കറി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ്. നിങ്ങളൊക്കെ വേറെ മോഡലിൽ ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കും ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇതൊരു പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഉള്ളിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും. ഈ ടിപ്പൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ. അല്ല, ആദ്യമായിട്ടൊക്കെ നോക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഉള്ളി വാടിക്കോട്ടെ. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി ഇടുമ്പോൾ അങ്ങനെ നല്ലോണം വാടണമെന്നില്ല കേട്ടോ. എണ്ണ കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. തക്കാളി ഇടുമ്പോൾ വെണ്ടക്ക കറിക്കാവുമ്പോൾ ഒന്നിങ്ങനെ വാടി ഉടഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നല്ലോണം വാടണമെന്നില്ല, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കറി. തക്കാളി ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ വെണ്ടക്ക ഇടാൻ കേട്ടോ. വെണ്ടക്ക വാട്ടാൻ വേണ്ടിയിട്ട് ഇടണില്ല. തക്കാളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെണ്ടക്ക ഇട്ടിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. വെണ്ടക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലേ. ഇതേപോലെ എളുപ്പമുള്ള ടിപ്സൊക്കെ, എളുപ്പമുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അയച്ചു തരണം കേട്ടോ. നമുക്കതൊക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ. നമുക്ക് പല ഭാഗത്തും പല മോഡലിലായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോഴും നമുക്കറിയാത്ത എത്രയും റെസിപ്പികളുണ്ടാവില്ലേ. അപ്പോൾ തക്കാളി വാടിയതിന് ശേഷം വെണ്ടക്ക ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ എൻ്റെ ഒരു അളവാണ്. കറി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാല കൂട്ടിയിടണം കേട്ടോ. കറി കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെക്കാം. അങ്ങനെ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ആ മസാലൻ്റെ പച്ചമണം ഒന്ന് അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അതിന് ശേഷം പുളിയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ മറന്നിട്ട് ആദ്യം വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വെള്ളം ഏറിപ്പോവാഞ്ഞാൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം ആണ് ഞാൻ പുളി ഒഴിക്കുന്നത്. ശരിക്കും ആദ്യം പുളിയാണ് ഇട്ട് ഒഴിക്കേണ്ടത്. എന്നിട്ട് പിന്നെ
അതിൻ്റെ ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം വെള്ളം പാകമായി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ പുളി ഒഴിക്കൽ എന്തായാലും നിർബന്ധമാണല്ലോ. ചിലപ്പോൾ വെള്ളം നല്ലോണം കൊണ്ട് പറഞ്ഞിട്ടായിരിക്കും പിന്നെ പുളി ഒഴിക്കേണ്ട ഓർമ്മ. അതിപ്പോൾ ആദ്യം ഇതിൽ പിന്നെ വെള്ളം ഏറിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് പുളി പാകത്തിനാണോ എന്ന് നോക്കാം കേട്ടോ. പാകത്തിനാണോ നോക്കിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പുളി ഏറിപ്പോവും. അങ്ങനെ നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ഇങ്ങോട്ട് 10 മിനിറ്റ് തിളച്ചാൽ കറിയായി കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല എരിയും പുളിയൊക്കെ ഉള്ളൊരു കറി ആയിരിക്കും ഇട്ടത്. അപ്പോൾ അതിന് ശേഷം 10 മിനിറ്റ് തിളച്ചപ്പത്തിന് അത് കളർ മാറി വരാൻ തുടങ്ങി. അതിന് ശേഷം കറി റെഡി ആയിട്ടോ. നമുക്ക് മീൻ പൊരിക്കാം. നല്ല കുറച്ച് മുങ്ങിപ്പൊങ്ങാൻ മാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വത്തലിട്ടിട്ട് ഇങ്ങോട്ട് വറുത്ത് കോരുക കേട്ടോ. അപ്പം നമ്മൾ വത്തൽ മീൻ പൊരിച്ചത് റെഡിയായി. എത്ര ഉള്ളൂ കേട്ടോ പണി. അപ്പം നമുക്ക് ചോറിനുള്ള നല്ലൊരു കറിയും നല്ലൊരു മീൻ പൊരിച്ചതും ആയില്ല. ഇങ്ങനെ മസാല തേച്ച് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനിന് ഏത് മീനായാലും കുഴപ്പമില്ല. അങ്ങനെ മസാല തേച്ചൊന്ന് പൊരിച്ച് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിനി കുറച്ച് ചോറ് കഴിക്കണം കേട്ടോ. നമ്മളെ വെണ്ടക്കക്കറിയും വത്തൽ മീൻ പൊരിച്ചതും പിന്നെ ഞാനിവിടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതുണ്ട് കേട്ടോ. അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോവാണ്. എവിടെയെങ്കിലും പോയി വന്നാൽ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും തോന്നില്ല അല്ലേ. എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം ഒരു ഭാഗത്ത് റെസ്റ്റ് എടുക്കാനോ തോന്നും.